മക്കളെ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ടീച്ചറമ്മയുടെയും കുടുംബത്തിൻ്റെയും പൊന്നോണാശംസകൾ. എല്ലാവരും ഓണമൊക്കെ ആയിട്ട് നല്ല സന്തോഷമായിട്ടിരിക്കുകയല്ലേ. ഫെസ്റ്റിവൽ സീസൺ ആകുമ്പോൾ സന്തോഷിക്കാനായിട്ട് നമ്മളെ ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല, ശരിയല്ലേ? നമ്മൾ ഓട്ടോമാറ്റിക്കലി ഹാപ്പി ആവും. ഓണത്തിൻ്റെ ആ ഒരു ആരംഭം തൊട്ട് തന്നെ ഓണം കഴിയുന്നിടം വരെ നമ്മൾ എക്സ്ട്രീംലി ഹാപ്പിയാണ്. ഓണക്കോടി, ഓണസദ്യ, അത്തപ്പൂക്കളം, ഊഞ്ഞാലാട്ടം, ഓണപ്പരിപാടികളൊക്കെ ആയിട്ട് നമ്മൾ അങ്ങ് സന്തോഷത്തിലേക്ക് എത്തും. നമ്മൾ ഈ സീസൺ അനുസരിച്ചുള്ള ഹാപ്പിനെസ്സിനല്ല ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. നമ്മൾ എന്നും സന്തോഷമായിട്ടിരിക്കാനായിട്ട് നമ്മൾ ഓണം എത്തുമ്പോഴും ക്രിസ്മസ് എത്തുമ്പോഴും പെരുന്നാൾ എത്തുമ്പോഴും ഒക്കെ ഹാപ്പിയായി ഇരിക്കുന്നത് പോലെ എപ്പോഴും നമ്മുടെ സന്തോഷത്തെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മൾ സന്തോഷമായിരിക്കുമ്പോൾ നമ്മുടെ വൈബ്രേഷൻ ഹൈ ആയിരിക്കും. ഹൈ വൈബ്രേഷനിലുള്ളവരാണ് വളരെ പെട്ടെന്ന് അവരുടെ ഗേൾസ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. എന്നോട് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ടീച്ചർമ്മ എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് ഒരു ഗേൾസ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്? അതിൻ്റെ റീസൺ എന്ന് പറയുന്നത്, സീക്രട്ട് എന്ന് പറയുന്നത്, ഒരുപാട് സീക്രട്ട് ഉണ്ട്. ഒരു സീക്രട്ട് എന്ന് പറയുന്നത് ഹൈ വൈബ്രേഷൻ ആണ് കേട്ടോ. എപ്പോഴും ലൈഫിൽ എത്ര സാഹചര്യങ്ങൾ വന്നാലും സന്തോഷമായിട്ടിരിക്കാനായിട്ട് നിരന്തരം ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പം എൻ്റെ മക്കളോട് എനിക്ക് പറയാനുള്ളത്, പലരും ലൈഫിൽ പല അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവരുണ്ടാവും. ഞാൻ എൻ്റെ ലൈഫിൽ അത്രയും മോശം അവസ്ഥയിലൂടെ കടന്നു പോയൊരു വ്യക്തി, നിങ്ങൾക്ക് അറിയാലോ. 38 വയസ്സുവരെ അങ്ങേയറ്റം നെഗറ്റിവിറ്റിയിൽ ജീവിച്ചൊരു വ്യക്തിയാണ്. അതിനുശേഷം എനിക്ക് തോന്നി എൻ്റെ ലൈഫിലൊരു മാറ്റം കൊണ്ടുവരണം. അങ്ങനെ ഞാൻ കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാനെന്ന വ്യക്തിയെ മാറ്റിയെടുത്ത് അത്രയും പോസിറ്റീവ് ആൻഡ് ഹാപ്പിയായി മാറിപ്പോൾ ജീവിതം മാറി. നെഗറ്റീവായിരുന്ന സമയത്ത് എവിടെ ചെന്ന് തൊട്ടാലും പ്രശ്നങ്ങൾ, എന്തിൽ ചെന്ന് തൊട്ടാലും ദുരിതം. നമ്മൾ പറയില്ലേ, എവിടെ പരിപാടി അവതരിപ്പിച്ചാലും നിൻ്റെ ഗതി ഇതാണല്ലോ എന്നൊക്കെ സലിൻകുമാർ പറയുന്ന പോലെ എവിടെ ചെന്നാലും പ്രശ്നങ്ങളും ദുരിതങ്ങളുമായിരുന്നു. പക്ഷെ നമ്മൾ പോസിറ്റിവിറ്റിയിലേക്ക് എത്തിയപ്പോൾ പറയില്ലേ, തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റുന്ന അവസ്ഥ, എന്ത് ചെയ്താലും നമുക്ക് സക്സസ് കിട്ടുന്നൊരവസ്ഥ. സ്റ്റുഡൻസ് പറയാറുണ്ട്, ടീച്ചർമാരുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തതിന് ശേഷം ആ ഒരു പോസിറ്റീവ് ഫീലിങ്ങിലേക്ക് വന്നതിന് ശേഷം ജീവിതം തന്നെ 360 ഡിഗ്രി മാറി അല്ലേ. അപ്പോൾ അതുപോലെ നമ്മൾ പോസിറ്റീവായി മാറുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള ലോകം തന്നെ മാറും. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് എന്താ, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ, എനിക്ക് മാത്രം എന്താ വിജയിക്കാൻ പറ്റാതെ, ഞാൻ എത്ര ശ്രമിച്ചിട്ട് ലൈഫിൽ സ്റ്റക്കായി നിൽക്കുകയാണല്ലോ എന്നൊക്കെ തോന്നും. നമ്മൾ ആ ലോ വൈബ്രേഷനിൽ ഇരിക്കുന്നതുകൊണ്ടാണ്. എപ്പോഴും നമ്മുടെ വൈബ്രേഷണൽ തലം ഹൈ ആകണം, നമ്മുടെ ചിന്തകൾ നല്ല പോസിറ്റീവായി മാറണം. എൻ്റെ മക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഏത് അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിലും നിങ്ങൾ ആ അവസ്ഥയിൽ നിന്ന് ഉയരണം. എനിക്ക് മുന്നോട്ട് പോകണം, എനിക്ക് വിജയിക്കണം എന്നുള്ള ആ ഒരു അതിതീവ്രമായിട്ടുള്ള ആഗ്രഹം മനസ്സിൽ നിറയ്ക്കാം. ആ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും വിജയിക്കാൻ പറ്റും. അതിനുവേണ്ടി വർക്ക് ചെയ്യുക. നിങ്ങളൊരു ഗോള് സെറ്റ് ചെയ്യുക. ആ ഗോള് നേടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ 100% കൊടുക്കുക. നമ്മുടെ വർക്കലയിലെ ടീച്ചർമ്മയുടെ കൃഷ്ണകൃപ ലക്ഷറി പൂൾ സ്റ്റേ, അതെൻ്റെ ഒരു ഗോളായിരുന്നു. ഞാൻ ആ ഗോള് സെറ്റ് ചെയ്തിട്ട് അതിനുവേണ്ടി നിരന്തരം വർക്ക് ചെയ്താണ് ആ ഗോള് നേടിയത്. ആ ഗോള് നേടിക്കഴിഞ്ഞിട്ട് വെറുതെ ഇരിക്കുകയല്ല, അടുത്ത ഗോള് സെറ്റ് ചെയ്ത് അതിനുവേണ്ടി വർക്ക് ചെയ്യണം. അങ്ങനെയാണ് പോസിറ്റീവായിട്ടുള്ള മനുഷ്യർ. അവർ ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകാൻ വേണ്ടുന്ന കാര്യങ്ങൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കും. നെഗറ്റീവ് മനുഷ്യരോ എപ്പോഴും സങ്കടപ്പെട്ട് കരഞ്ഞ് ലൈഫിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും ആലോചിച്ച് അവരിങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കും. അവരൊന്നും ലൈഫിൽ അച്ചീവ് ചെയ്യുന്നുമില്ല. നമുക്കെല്ലാം വേണ്ടത് ഹാപ്പിനെസ് ആണ്. ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലക്ഷ്യങ്ങൾ നേടിയിട്ട് വരേണ്ട കാര്യമില്ല. നമ്മുടെ ഈ ലൈഫിൻ്റെ ജേണി തന്നെ സന്തോഷമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ടേക്ക് ഓരോ നിമിഷവും മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് എപ്പോഴും നല്ല ഉയർന്ന ചിന്തകൾ വെക്കുക. എൻ്റെ മക്കൾ നല്ല സന്തോഷമായിട്ടിരിക്കുക. ഓണത്തിൻ്റെ ആ സന്തോഷം നഷ്ടപ്പെടുത്തരുത്. മുമ്പോട്ട് അങ്ങോട്ടും എല്ലാ ദിവസവും നമുക്ക് ആ ഒരു സന്തോഷത്തെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. അപ്പോൾ നമ്മൾ കേട്ടിട്ടില്ലേ, മാവേലി നാടുവാണിയിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ, കള്ളമില്ല, ചതിയില്ല, അല്ലേ, വഞ്ചനയില്ല, അങ്ങനെയൊക്കെയുള്ളൊരു കാലഘട്ടം. നമ്മളെല്ലാവരും നന്മയിലും സത്യത്തിലും ജീവിക്കുന്ന, ലോകം മുഴുവൻ അങ്ങനെ ആയിത്തീരുന്ന ഒരവസ്ഥ. അതുതന്നെയാണ് നമ്മളെല്ലാവരും സ്വപ്നം കാണുന്നത്. അപ്പം അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലേക്ക് എത്തുമ്പോൾ നമ്മുടെ വൈബ്രേഷണൽ തലം ഹൈ ആവും. ഹൈ വൈബ്രേഷൻ ഇരിക്കുന്ന ഒരു വ്യക്തി ചിന്തിച്ച് വിടുന്ന കാര്യങ്ങൾ പോലും ഈസി ആയിട്ട് മാനിഫെസ്റ്റ് ആവും. ടീച്ചറമ്മയ്ക്ക് ഇനി അടുത്തൊരു വലിയ ഹാപ്പിനെസ് കൂടെ നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട്. അത് വഴിയെ ഷെയർ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടാതെയാണ് നിങ്ങൾ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ 5:30
ഞാൻ വീഡിയോ ഇടുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും, വീഡിയോസ് കറക്റ്റായിട്ട് കാണാൻ പറ്റും. എല്ലാ ദിവസവും നമ്മൾ ആരെയാണ് ഫോളോ ചെയ്യുന്നത് അതിനനുസരിച്ചിരിക്കും നമ്മുടെ സ്വഭാവം. നമ്മൾ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന ആൾക്കാർ, മറ്റുള്ളവരെ പറ്റി കുറ്റവും ഏഷണിയും പറഞ്ഞ് നടക്കുന്ന ആൾക്കാരെ, എപ്പോഴും മോശം വാക്കുകൾ പറയുന്ന ആൾക്കാരെയാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ സ്വഭാവം അങ്ങനെ ഇരിക്കും. അതല്ല, സത്യത്തിലും നന്മയിലും ജീവിക്കുന്ന നല്ല മനുഷ്യരെ, നാവിൽ നിന്ന് നല്ലത് മാത്രം വരുന്ന, നാവിൽ മഹാലക്ഷ്മി വിളയാടുന്ന നല്ല മനുഷ്യരെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ സ്വഭാവം അതിനനുസരിച്ചിരിക്കും. ലോകത്തിൽ പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. നമ്മുടെ ചോയ്സാണ് ആരെ ഫോളോ ചെയ്യണം, എന്ത് പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, എൻ്റെ മക്കൾ എപ്പോഴും നല്ലത് മാത്രം തിരഞ്ഞെടുക്കുക, പോസിറ്റീവ് മാത്രം തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇന്നത്തെ ദിവസം അടിപൊളിയാക്കുക, ഓണം സൂപ്പറായിട്ട് ആഘോഷിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ടീച്ചർ അമ്മയുടെ പൊന്നോണ ആശംസകൾ. അപ്പോൾ നാളത്തെ വീഡിയോയിൽ കാണാം. ചച്ച ബൈ ബൈ, ലവ് യു.